കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയം BJPക്ക് ലഭിച്ചത്. സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെയാണ് വിജയിച്ചത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒപ്പുവെച്ചവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് പറഞ്ഞായിരുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. ശേഷിക്കുന്ന BJP സ്ഥാനാർത്ഥി ഒഴികെയുള്ള 8 സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിൽ തന്നെ പത്രിക പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഇതിനു പിന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും BJPയും ഒത്തുകളിച്ചതാണെന്ന രീതിയിൽ വാർത്തകളും അഭിപ്രായങ്ങളും വന്നിരുന്നു. ഇപ്പോഴിതാ സൂറത്തിന് സമാനമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തിബം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. BJP MLA രമേശ് മെൻഡോലയുടെ കൂടെ കളക്ടറേറ്റിലെത്തിയ അക്ഷയ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി അറിയിക്കുകയായിരുന്നു. ഇതോടെ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാർട്ടിയിലേക്ക് സ്വാഗതമെന്ന് കുറിച്ച് മധ്യപ്രദേശ് മന്ത്രിയും BJP നേതാവുമായ കൈലാഷ് വിജയവർഗീയ അക്ഷയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെയാണ് അക്ഷയ് BJPയിലേക്ക് പോകുകയാണെന്ന് വ്യക്തമായത്. എന്നാൽ ഇക്കാര്യത്തിൽ അക്ഷയ് കാന്തിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. 17 വർഷം മുൻപുള്ള ഒരു കേസ് അക്ഷയ് കാന്തി നാമനിർദ്ദേശ പത്രികയിൽ ചേർക്കാതിരുന്നതിനെ BJPയുടെ ലീഗൽ സെൽ ഓഫീസർമാർ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ ഇത് തള്ളുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് BJP നേതാക്കൾക്കൊപ്പമെത്തി അക്ഷയ് പത്രിക പിൻവലിച്ചത്. മെയ് 13-നാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ്. BJPയുടെ സിറ്റിംഗ് സീറ്റാണിത്. ശങ്കർലാൽ ലാൽവനിയാണ് ഇവിടുത്തെ MP. കോൺഗ്രസ് നേതാവ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനാൽ സ്വാഭാവികമായും വിജയം അവിടെ BJPക്ക് തന്നെ. അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രണ്ടാം വിജയവും BJPക്ക് തന്നെയാണ്. സൂറത്തും ഇൻഡോറും പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നഷ്ടമാകുന്നത് ഇന്ത്യയുടെ ഭരണം BJPയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പ്രതീക്ഷയാണ്. വീണ്ടും ഒരു സൂറത്തോ ഇൻഡോറോ ഉണ്ടാകുമോ എന്ന ഭയത്തിലായിരിക്കും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഈ തിരഞ്ഞെടുപ്പ് കാലം തള്ളി നീക്കുന്നത്.